കേരളത്തിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം ആദ്യമായെന്ന് സ്ഥിരീകരിച്ച ഇന്റലിജൻസ് ബ്യൂറോ എറണാകുളം പെരുമ്പാവൂരിൽ നിന്നും രണ്ടാമത്തെ കേന്ദ്രം കണ്ടെത്തിയ സംഭവം ഗുരുതരമാണെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണവുമായി പോലീസും കേന്ദ്ര ഏജൻസികളും വിഷയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, കഴിഞ്ഞ ദിവസം കൊച്ചി പെരുമ്പാവൂരിൽ കണ്ടെത്തിയത് ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ കേന്ദ്രമാണ്. ആദ്യത്തെ കേന്ദ്രം പാലക്കാട് ചെറുപ്പളശ്ശേരിയിലാണ് കണ്ടെത്തിയത്. എന്തായാലും കേരളത്തിൽ ഇതൊരു പുതിയ സംഭവമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സംഭവമാണ് എന്നതാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ വിലയിരുത്തൽ. എന്തായാലും ഇതിപ്പോൾ പിടികൂടിയ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നത് ഉറപ്പാണ്. ഇതിന് പിന്നിൽ കൂടുതൽ ഒരു റാക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടോ, കൂടുതൽ കേന്ദ്രങ്ങളുണ്ടോ മുതലായ അന്വേഷണങ്ങളിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതുല്യ, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പെരുമ്പാവൂരിൽ നിന്ന് വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രത്തിന്റെ ആദ്യ സ്ഥലം കണ്ടെത്തുന്നത്. അതായത് അസം മൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മറവിൽ വ്യാജ ആധാർ നിർമ്മിക്കുന്നതിനിടയിലാണ് അവിടെ നിന്ന് പ്രതിനെ പിടികൂടുന്നത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇന്നലെ മൈത്രി മൊബൈൽസ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വീണ്ടും ഒരു ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. അതായത് വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണവും ഈ വിഷയത്തിൽ വന്നിരിക്കുകയാണ്. പ്രതികളെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ഇന്റലിജൻസ്, അതായത് IBയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതായത് 2023 സെപ്റ്റംബറിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വ്യാജ ആധാർ കണ്ടെത്തുന്നത്. അത് പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ ഒരു കോറിയിൽ തൊഴിൽ വകുപ്പ് അധികൃതരുടെ പരിശോധനയ്ക്കിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് തിരിച്ചറിയൽ രേഖ കോറി ഉടമ കൊണ്ട് കൊടുത്തത് ഒന്നും, അതായത് ഈ തൊഴിലാളിയിൽ നിന്ന് കണ്ടെത്തിയ തിരിച്ചറിയൽ രേഖ മറ്റൊന്നുമായിരുന്നു. തുടർന്ന് ഇവരെ IB ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. പാലക്കാടുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ നടത്തിയ പരിശോധനയിൽ ഇത് വ്യാജ ആധാർ കാർഡ് ആണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് ആസാം സ്വദേശിയായിരുന്നു ഇതിലുണ്ടായിരുന്നു, ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 2 തിരിച്ചറിയൽ രേഖ കണ്ടെത്തിയതോടുകൂടിയാണ് വിഷയത്തിൽ കേരളത്തിൽ ഇതുപോലൊക്കെ വ്യാജ ആധാറുമായിട്ട് വ്യാജ തിരിച്ചറിയൽ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന നിരവധി ആളുകൾ താമസിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് കേന്ദ്ര ഏജൻസികൾ വിവരശേഖരണമൊക്കെ നടത്തിയിരുന്നു. അതായത് നമ്മുടെ CAA നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നത് വ്യാപകമായിരിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിലും ആസാമിലും ഇത്തരം കേന്ദ്രങ്ങൾ നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് NIA അടക്കം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി UAPA കേസുകളടക്കം രജിസ്റ്റർ ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലൊരു വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മാണ കേന്ദ്രം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നും IB പറയുന്നു. അതിലൊരു 2 കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന നിലവിൽ പെരുമ്പാവൂരിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നത്. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തും ഇതേപോലെ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായിട്ട് ആൾക്കാർ നടക്കുന്നതായിട്ട്, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജന നടക്കുന്നതായിട്ടുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ലഭിച്ചത് വ്യാജ തിരിച്ചറിയൽ രേഖകളാണ്. അതിൽ 6 പേരും ബംഗ്ലാദേശികളാണെന്നുള്ള ഒരു വിവരവും IBയുടെ ചോദ്യം ചെയ്യലിൽ പിന്നീട് വെളിപ്പെട്ടിരുന്നു. അതായത് പോലീസിന് നൽകിയ രേഖയിൽ ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് IB ഉദ്യോഗസ്ഥരെത്തി ഇവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണെന്നുള്ള വിവരം ലഭിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, കൊച്ചിയിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരെ തമ്പടിക്കുന്നതായിട്ടുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അഫ്ഗാൻ സ്വദേശികളുടെ ഒരു സാന്നിധ്യം കൊച്ചിയിലുണ്ടെന്നുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട്. അതായത് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ജില്ലയാണ് എറണാകുളം. കൊച്ചിൻ ഷിപ്പ്യാർഡും അതേപോലെ തന്നെ ദക്ഷിണ നാവികസേന ആസ്ഥാനമൊക്കെ സ്ഥിതി ചെയ്യുന്നതിനാൽ അങ്ങനൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതായത് മുൻപ് ചില ഭീഷണികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു വിവരം ലഭിച്ചിരുന്നു. അഫ്ഗാൻ സ്വദേശികളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു. അതായത് കേരളത്തോട് ചേർന്നുള്ള തീരമേഖലയിൽ നിന്നും മത്സ്യബന്ധന ബോട്ടിൽ നിന്നും അഫ്ഗാൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെല്ലാം അതീവ ഗൗരവകരമായിട്ടുള്ള കുറ്റമായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. അതേപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഈ ഒരു വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സാഹചര്യത്തിൽ റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. അതുല്യ. ശരി സാനു, എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന 2 കേന്ദ്രങ്ങൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് ആദ്യമാണെങ്കിലും ഇതിന് പിന്നിൽ കൂടുതൽ ആഴത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികളും ഇന്റലിജൻസ് ബ്യൂറോയും പോലീസും എല്ലാം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സാനു കെ സജീവാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബാലുവിനെ ഓഫീസിലേക്ക് മാറ്റിയത് അഡ്മിനിസ്ട്രേറ്ററാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. MP അനിൽകുമാർ MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്.
ജാതിയുടെ പേരിൽ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തിയത് അങ്ങേയറ്റം തെറ്റാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ കേരള ഹൌസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്.